നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രി ഇൻ ടു പോർട്ട് നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടീഷൻസ് നോക്കാൻ പോവാണ്, റെസിപ്രോസിറ്റിക്കും സിമെട്രിക്കുള്ള കണ്ടീഷൻസ്. അപ്പോൾ ഓരോ പാരാമീറ്റേഴ്സായിട്ട് നമുക്ക് നോക്കണം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സെറ്റ് പാരാമീറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ റെസിപ്രോസിറ്റി എന്താണ്, സിമെട്രി എന്താണെന്ന് ആദ്യം നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് റെസിപ്രോസിറ്റി ഇൻ സെറ്റ് പാരാമീറ്റേഴ്സ് ആണ്. റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രണ്ട് പോർട്ട് ഉണ്ട്, ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും. ഈ രണ്ട് പോർട്ടിലും ഇപ്പോൾ ഫസ്റ്റ് പോർട്ടിൽ, അതായത് ഇൻപുട്ട് പോർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ആ കണ്ടീഷനിൽ ഇപ്പോൾ നമ്മൾ റെസ്പോൺസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എവിടെ എടുക്കണമെന്ന് നോക്കാം. ആ ഔട്ട്പുട്ട് പോർട്ടിലെ വോൾട്ടേജോ കറണ്ടോ എന്താണോ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കറണ്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കറണ്ട് കണ്ടുപിടിക്കുന്നതും ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഈ ഇൻ്റർചേഞ്ച് ചെയ്യും, സോഴ്സും ലോഡും അല്ലെങ്കിൽ സോഴ്സും ഡെസ്റ്റിനേഷനും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് എഗെയിൻ നമ്മൾ ആദ്യം ഈ സോഴ്സ് എവിടെയാണോ വരുന്നിരുന്നത് ആ പ്ലേസിലുള്ള കറണ്ട് കണ്ടുപിടിക്കും. നമ്മൾ ഈ റെസിപ്രോസിറ്റി തിയറൊക്കെ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂൾസിൽ നെറ്റ്വർക്ക് തിയറംസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഈ റെസിപ്രോസിറ്റി എന്നുള്ള കണ്ടീഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് കണ്ടീഷൻസിലും കിട്ടുന്ന കറൻസ് ഈക്വലൈസ്ഡ് ആവാന്നുള്ളതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ അല്ലെങ്കിൽ റെസിപ്രോസിറ്റി എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സർക്യൂട്ട്സിനെ നമ്മൾ റെസിപ്രോക്കലാന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ആ സെറ്റ് പാരാമീറ്ററിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്, ഏത് പാരാമീറ്റേഴ്സിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണോ റെസിപ്രോസിറ്റി കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ 2 പോർട്ട് നെറ്റ്വർക്ക് എന്ന് കൺസിഡർ ചെയ്യാം. നോർമലി നമ്മൾ എടുക്കാറ് I1 ഇങ്ങോട്ട് I2 ഇങ്ങോട്ടാണ്. ഇപ്പോൾ നമ്മൾ I2നെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് ചെയ്യുമ്പോൾ എന്തായി, V2 ഇല്ല, V2 = 0 ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് I1ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നത്, I2നെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്, -I2 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ നോക്കാം. V1 = Z11 I1 പ്ലസ് Z12 I2 എന്നായിരുന്നു. പക്ഷേ ഇവിടെ I2 നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് വരും, -Z12 I2 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. ഇനി V2 = എന്നായിരുന്നു, V2ൻ്റെ പ്ലേസിൽ 0 ആയി, Z21 I1 മൈനസ് Z22 I2. ഇത് നമ്മൾ ബേസിക് ഇക്വേഷനാണ്. ഇവിടെ പക്ഷേ മൈനസ് സെൻറ്ററിൽ വരാനുള്ള റീസൺ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന കറൻറ്റ് ഫസ്റ്റ് കണ്ടീഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതായത് I1ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് I2. അതുകൊണ്ട് തന്നെ I2നെ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് I1 കണ്ടുപിടിക്കാം. I1 = എന്ത് വരും, ഈ മൈനസ് Z21 I1 = Z22 I2 എന്ന് കിട്ടും അല്ലേ. നെഗറ്റീവായിട്ടുള്ള ആളിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആവും. ഇതിൽ നിന്ന് I1 = Z22 I2 Z21 എന്ന് കിട്ടും. ഈ കിട്ടിയ I1 നമുക്ക് എന്ത് ചെയ്യണം, ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V1 = Z11 Z22 Z21 I2 മൈനസ് Z12 I2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, I2നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ I2 Z11 Z22 Z21 മൈനസ് Z12 അല്ലേ. I2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണെങ്കിൽ V1 = I2 ഇവിടെ LCM എടുക്കാം നമുക്ക്. അപ്പോൾ Z11 Z22 മൈനസ് Z12 Z21 ഓൾ ഡിവൈഡഡ് ബൈ Z21 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് I2 എന്ത് കിട്ടും, I2 = V1 Z21 ഡിവൈഡഡ് ബൈ Z11 Z22 മൈനസ് Z12 Z21 എന്ന് കിട്ടും. ഇതൊരു ബോക്സിലിട്ട് വയ്ക്കാം. നമുക്ക് ഫസ്റ്റ് കണ്ടീഷനിൽ I2 കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, റെസിപ്രോസിറ്റി ചെക്ക് ചെയ്യാനായിട്ട് സോഴ്സും ലോഡും ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് സോഴ്സിൻ്റെ സൈഡും
ഔട്ട്പുട്ട് സൈഡും ഇൻ്റർചേഞ്ച് ചെയ്യണം. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ വരും ആര് വരും? സോഴ്സ് വരും. ഇൻ്റർചേഞ്ച് ചെയ്തു. ഇവിടെ സോഴ്സായി പ്ലസ് മൈനസ് V2 വന്നു. ഇനി ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്യാൻ പോവാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇവിടെ ഷോർട്ട് ചെയ്യുമ്പോൾ I1ൻ്റെ ഡയറക്ഷൻ നേരത്തെ നമ്മൾ I2 എടുത്ത പോലെ ആയിരിക്കണം, താഴോട്ടായിരിക്കണം. അപ്പം മൈനസ് I1 വരും, ഇവിടെ I2 വരും. അപ്പം ഇങ്ങനെയായിട്ട് ചേഞ്ച് ആവും സർക്യൂട്ട്. ഇനി അപ്പോൾ അത് കേസ് 2 ആണ്. നമ്മൾ സോഴ്സും രണ്ട് പോർട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ട്സ് ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഇക്വേഷൻസ് ചെയ്താൽ അപ്പോൾ നമ്മുടെ ഇവിടെ V1 ആണ് എന്താവുക? 0 ആവുക. കാരണം ഞാൻ ഇൻപുട്ട് പോർട്ടാണ് ഇപ്പോൾ ഷോർട്ട് ചെയ്തത്. അപ്പോൾ V1ൻ്റെ പ്ലേസിൽ 0 വരും. Z11 ഓക്കെ. ഇപ്പോൾ ഇവിടെ I1 ആണ് നെഗറ്റീവ്. അപ്പോൾ മൈനസ് Z11 I1 പ്ലസ് Z12 I2. ഇനി V2ൻ്റെ സ്ഥാനത്ത് V2 ഈക്വൽ ടു മൈനസ് Z21 I1 പ്ലസ് Z22 I2 എന്ന് വരും അല്ലേ? ചെറിയൊരു ചേഞ്ച്. I1 ആണ് ഇപ്പോൾ നെഗറ്റീവായി, I2 പോസിറ്റീവാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? I1 എന്താണെന്നാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കിനി ഇവിടെ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് റെസിപ്രോസിറ്റി ചെക്ക് ചെയ്യണമെന്നെങ്കിൽ നമ്മുടെ I2 എന്തായിരുന്നു? ആദ്യം ഇവിടുത്തെ കറണ്ട് ആയിരുന്നു. അതായത് സോഴ്സ് ഇവിടെ ആയിരുന്നപ്പോൾ ഔട്ട്പുട്ട് പോർട്ടിലെ കറണ്ടാണ് I2. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സും അതായത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം എവിടെയായിരുന്നോ സോഴ്സ് ഇരുന്നിരുന്നത്, അതായത് ആദ്യം ഈ സോഴ്സ് എവിടെയായിരുന്നു? V1, അതായത് ഇൻപുട്ട് പോർട്ടിലായിരുന്നു. സോ ആ സോഴ്സ് എവിടെയാണോ ഇരുന്നാൽ അവിടുത്തെ കറണ്ട് അതായത് I1 എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ I2 എന്താണെന്ന് ചെക്ക് ചെയ്തു. ഇനി രണ്ടാമത്തെ കേസിൽ ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷം I1 എന്താണെന്ന് അറിയണം. I1 I2 സെയിം ആവുകയാണെങ്കിലാണ് നമ്മളതിനെ റെസിപ്രോക്കൽ എന്ന് പറയാം. അപ്പോൾ നമുക്കിനി I1 എന്താണെന്ന് കാണണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ 0 വരുന്ന ഇക്വേഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡിൽ 0 വരുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് I2 എന്താണെന്ന് നോക്കാം. I2 ഈക്വൽ ടു Z11 I1 അല്ലേ, മൈനസ് Z11 I1 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് Z11 I1 ആവും, ഡിവൈഡഡ് ബൈ ആര് വരും? Z12 വരും. ഓക്കെ. ഇനി ഈ കിട്ടിയ I2 എന്ത് ചെയ്യുക? സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് V2 ഈക്വൽ ടു മൈനസ് Z21 I1 പ്ലസ് Z22 ഇൻറ്റു I2ൻ്റെ പ്ലേസിൽ Z11 I1 ബൈ Z12. ഇനി എല്ലാ ഇക്വേഷൻസിൽ നിന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? I1നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. I1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ടേം എഴുതാം. Z22 Z11 ബൈ Z12 അല്ലേ, ഈ മൊത്തം ടേം മൈനസ് Z21 എന്ന് കിട്ടും. അതായത് V2 ഈക്വൽ ടു I1 ഇൻറ്റു LCM എടുക്കുക. Z22 Z11 മൈനസ് Z21 Z12 ഡിവൈഡഡ് ബൈ Z12. Therefore I1 ഈക്വൽ ടു V2 ഇൻറ്റു Z12 ഡിവൈഡഡ് ബൈ Z22 Z11 മൈനസ് Z21 Z12 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ I1. അപ്പോൾ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷം I1 കണ്ടുപിടിച്ചു. ഇനി ഈ I1ഉം I2ഉം സെയിം ആയാൽ മാത്രമാണ് നമുക്ക് റെസിപ്രോസിറ്റി ആവുള്ളൂ. അപ്പോൾ നമുക്ക് ആ റെസിപ്രോസിറ്റിയുടെ കണ്ടീഷൻ നോക്കാം. For reciprocity, consider V1 equal to V2. Okay, V1 ഉം V2 സെയിം ആയിട്ട് അസ്യൂം ചെയ്യാം. ഡിനോമിനേറ്റേഴ്സ് നോക്കാം. Z11 Z22 അല്ല, Z22 ഇൻറ്റു Z11 എന്ന് പറഞ്ഞാലും Z11 ഇൻറ്റു Z22 എന്ന് പറഞ്ഞാലും സെയിം ആണ്. മൈനസ് Z21 Z12. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇനി ന്യൂമറേറ്റേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ for reciprocity consider V1 equal to V2 and I2 should be equal to എന്തായിരിക്കണം? I1 ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് അത് റെസിപ്രോക്കൽ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ റെസിപ്രോക്കൽ ആവണമെങ്കിൽ ഇതിൻ്റെ ന്യൂമറേറ്റേഴ്സ് രണ്ടും സെയിം ആയിരിക്കണം, ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആയിരിക്കണം. അപ്പം ഡിനോമിനേറ്റർ ഓൾറെഡി സെയിം ആണ്. ഇനി ന്യൂമറേറ്റർ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ന്യൂമറേറ്റർ ചെക്ക് ചെയ്യുമ്പോൾ V1 ഞാനിപ്പോൾ V2 സെയിം ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ആ പോർഷൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് Z21ഉം Z12 ആണ്. അപ്പോൾ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ഇൻ Z പാരാമീറ്റർ എന്ന് പറയുന്നത് therefore condition for reciprocity equal എന്ന് പറയുന്നത് Z21 ഈക്വൽ ടു Z12 എന്നായിരിക്കും. ഒരു സെറ്റ് പാരാമീറ്ററിൽ അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ഇമ്പിഡൻസ് പാരാമീറ്റേഴ്സിൽ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് Z12 ഈക്വൽ ടു Z21 ആണ്. ഇതാണ്
സെറ്റ് പാരാമീറ്ററിൻ്റെ റെസിപ്രോസിറ്റിക്കുള്ള കണ്ടീഷൻ. അപ്പോൾ റെസിപ്രോസിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കേസിൽ നമ്മൾ എവിടെയാണോ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് പോർട്ടിലെ കറണ്ട് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സുകൾ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു. അതായത് സോഴ്സ് സൈഡ് മാറ്റി കൊടുത്തു, സോഴ്സും ഡെസ്റ്റിനേഷനും മാറ്റി കൊടുത്തു. എന്നിട്ട് ആദ്യം സോഴ്സ് ഇരുന്ന പ്ലേസ് എവിടെയാണോ അവിടുത്തെ കറണ്ട്, അതായത് ഇൻപുട്ട് പോർട്ടിലെ കറണ്ടായ I1 കണ്ടുപിടിച്ചു. സോ ആ കിട്ടുന്ന രണ്ട് കറൻസും എന്തായിരിക്കണം, ഈക്വൽ ആയാൽ മാത്രമേ നമ്മൾ ആ സർക്യൂട്ടിന് റെസിപ്രോക്കൽ ആണെന്ന് പറയുള്ളൂ. അപ്പോൾ ആ കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെ റെസിപ്രോക്കൽ ആവണം എന്നുണ്ടെങ്കിൽ Z12 എന്തായിരിക്കണം, ഈക്വൽ ടു Z21 ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രോബ്ലംസ് ഒക്കെ കണ്ടതാണ്. അപ്പോൾ ആ പ്രോബ്ലംസിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ഇല്ലാത്ത സർക്യൂട്ട്സ് വന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം നമുക്ക് Z1 Z21 ഈക്വൽ ആയിട്ട് കിട്ടാറ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ഇല്ലാത്ത പ്രോബ്ലത്തിലൊക്കെ ഒരുവിധം എല്ലാ പ്രോബ്ലംസും അല്ലെങ്കിൽ സിസ്റ്റംസ് നെറ്റ്വർക്ക്സ് റെസിപ്രോക്കൽ ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് Z1 Z21 ഈക്വൽ ആയിട്ട് കിട്ടുന്നത്. ഇതാണ് കണ്ടീഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് നോക്കണം, സിമ്മെട്രി നോക്കണം. ഈ കണ്ടീഷൻസ് ഓർമ്മ വേണം, റെസിപ്രോസിറ്റിയുടെയും സിമ്മെട്രിയുടെയും ഒക്കെ. ഇനി നമുക്ക് സിമ്മെട്രി ഇൻ സെറ്റ് പാരാമീറ്റേഴ്സ് നോക്കാം. സിമ്മെട്രി ഇൻ സെറ്റ് പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ നമുക്ക് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ അറിയാം, ബേസിക് ഇക്വേഷൻ. കൺസിഡർ ഇൻപുട്ട് പോർട്ട് എടുക്കുക. വോൾട്ടേജ് V ഈസ് അപ്ലൈഡ്. ഇൻപുട്ട് പോർട്ടിൽ മാത്രമാണ് നമ്മളിപ്പോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ V ഈക്വൽ ടു എന്തെന്ന് കിട്ടും, Z11 I1 കിട്ടും. V ഈക്വൽ ടു Z11 I1. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് പോർട്ട് ഇല്ല, I2 എന്നുള്ള ടേം ഇല്ല കേട്ടോ, കാരണം നമ്മളിപ്പോൾ ആകെ സപ്ലൈ കൊടുക്കുന്നത് ഇൻപുട്ട് പോർട്ടിൽ മാത്രമാണ്. അതുപോലെ ലെറ്റ് വോൾട്ടേജ് V ഈസ് അപ്ലൈഡ് ഓൺ. ഇനി നെക്സ്റ്റ് കണ്ടീഷനിൽ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യാൻ പോവുക, ഔട്ട്പുട്ട് പോർട്ടിൽ വോൾട്ടേജ് കൊടുക്കാൻ പോവാം. അപ്പോൾ ഔട്ട്പുട്ട് പോർട്ടിൽ വോൾട്ടേജ് V വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, V ഈക്വൽ ടു Z22 I2 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ നമുക്ക് Z11 എന്ത് കിട്ടും, V1/I1 ഉം ഇവിടെ Z22 ഈക്വൽ ടു, സോറി ഇവിടെ V1 ഇല്ല, V മാത്രമേ ഉള്ളൂ, V/I2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ V/I1, ഇവിടെ V/I2. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, I2 0 ആണ്, ഓപ്പൺ സർക്യൂട്ടാണ് അല്ലേ, ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ ആണ്. ഇൻപുട്ട് പോർട്ടിൽ മാത്രമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, വോൾട്ടേജ് കൊടുക്കുന്നത്. അടുത്ത കണ്ടീഷനിൽ ഔട്ട്പുട്ട് പോർട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇൻപുട്ട് പോർട്ട് ഓപ്പൺ ആണ്, ഓപ്പൺ സർക്യൂട്ടാണ്. അങ്ങനെയാണ് ഇത്. ഈ ഗിവൺ എന്നുള്ളതാണ് ഈ സ്ലാഷ് ഇടുന്നതിൻ്റെ അർത്ഥം. I1 ഈക്വൽ ടു 0, അതായത് Z22 ഈക്വൽ ടു V/I2 ഗിവൺ I1 ഈക്വൽ ടു 0, അതായത് I1 0 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടാണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി. സോ കണ്ടീഷൻ ഫോർ സിമ്മെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് എപ്പോഴാണ് സിമ്മെട്രി ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ a circuit is said to be symmetrical if the output and input ports can be interchanged without altering the currents and voltages. അതായത് വോൾട്ടേജും കറൻറ്റും, ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെയും വോൾട്ടേജും കറൻറ്റും ഇൻ്റർചേഞ്ച് ചെയ്യാതെ തന്നെ എപ്പോഴാണോ ഒരു സർക്യൂട്ട് ഈക്വൽ ആവുന്നത് അല്ലെങ്കിൽ സിമ്മെട്രിക്കൽ ആവുന്നത്, നമ്മൾ വോൾട്ടേജും കറൻറ്റും ഒന്നും മാറ്റുന്നില്ല, V1 V2 അങ്ങനെ ഒന്നും എക്സ്ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് കറൻസും വോൾട്ടേജും നമ്മളുടെ സിമിലാരിറ്റി കിട്ടുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മളതിനെ സിമ്മെട്രിക്കൽ എന്ന് പറയും. അപ്പോൾ കണ്ടീഷൻ ഫോർ സിമ്മെട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ന്യൂമറേറ്റേഴ്സ് സെയിം ആണ്, Z11 Z22 വിയും ന്യൂമറേറ്റേഴ്സ് സെയിം ആണ്. ഇനി കറൻസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, I1 I2 സെയിം ആവുകയാണെന്നുണ്ടെങ്കിൽ, I1 ഈക്വൽ ടു I2 ആവുകയാണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഫോർ സിമ്മെട്രി എന്ന് പറഞ്ഞാൽ Z11 ഈക്വൽ ടു Z22. അപ്പോൾ കണ്ടീഷൻ ഫോർ സിമ്മെട്രി ഇൻ സെറ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് Z11 ഈക്വൽ ടു Z22 എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് ഇമ്പിഡൻസ് പാരാമീറ്റേഴ്സ് അഥവാ Z പാരാമീറ്റേഴ്സിൻ്റെ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ആൻഡ് സിമ്മെട്രി. ഇതേപോലെ നമുക്ക് ഓരോ പാരാമീറ്റേഴ്സിനും ഉണ്ട്. നിങ്ങൾ ഫൈനലി എന്നിട്ട് എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ് പോലെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഞാൻ പറയാം. അപ്പോൾ ആ ഒരു ബോക്സ് നന്നായി ഓർത്ത് വയ്ക്കുക, എല്ലാ പാരാമീറ്റേഴ്സിൻ്റെയും കണ്ടീഷൻസ്. ഇതിപ്പോൾ ഡിറൈവ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ് നമ്മൾ കണ്ടത്. അത് വിട്ടിട്ട് കണ്ടീഷൻ ഒറ്റയടിക്ക് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒരു ടേബിൾ ഫോമിൽ എഴുതി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. ഇതാണ് എൻ്റെ ഡെറിവേഷൻ. ഇതേപോലെ നമുക്ക് ഇനി നെക്സ്റ്റ് പാരാമീറ്റേഴ്സ് ഇതിൻ്റെയൊക്കെ നോക്കണം.